പണ്ടുകാലത്ത് 3 ലോകങ്ങളെയും കീഴടക്കാൻ ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധം അവസാനമില്ലാത്ത ഒരു പ്രയാസമായിരുന്നു. ദേവന്മാർ അസുരന്മാരെ യുദ്ധത്തിൽ തോൽപ്പിക്കുമ്പോഴെല്ലാം അവർ മരിച്ചവരിൽ നിന്ന് ജീവിച്ചുയർന്ന് വീണ്ടും ദേവലോകത്തെ ആക്രമിക്കുകയായിരുന്നു. ഇത് അസുര ഗുരു ശുക്രാചാര്യന്റെ കാരണമായിരുന്നു. ശുക്രാചാര്യന് ജീവൻ നൽകുന്ന സഞ്ജീവനി മന്ത്രത്തിന്റെ അറിവുണ്ടായിരുന്നു. ദുരന്തവശാൽ ദേവഗുരുവായ ബൃഹസ്പതിക്ക് ഈ മന്ത്രത്തിന്റെ അറിവില്ലായിരുന്നു. നിസ്സഹായ ദേവന്മാർ ബൃഹസ്പതിയുടെ മകൻ കജയെ ശുക്രാചാര്യന്റെ ശിഷ്യനായി ചേർത്ത് സഞ്ജീവനി മന്ത്രം പഠിക്കാൻ അയച്ചു. കജയെ ശുക്രാചാര്യൻ സദസന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. അതേസമയം ഗുരുവിന്റെ മകനായ കജയ്ക്ക് താനേക്കും തന്റെ മകൾ ദേവയാനിക്കും വലിയ സ്നേഹവും ബദ്ധപ്രീതിയും ഉണ്ടായി. ദേവയാനി കജയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ഇത് അസുരന്മാരുടെ ഇടയിൽ അസൂയയും വിരോധവും പരക്കാൻ കാരണമായി. കജ സഞ്ജീവനി മന്ത്രത്തിന്റെ രഹസ്യങ്ങൾ ശുക്രാചാര്യനെക്കൊണ്ട് പഠിച്ചേക്കാമെന്ന് അവർ ഭയപ്പെട്ടു. ഒരു ദിവസം കജ പശുക്കളെ മേഞ്ഞുകൊണ്ട് കാടിലേക്ക് പോയി. എന്നാൽ പശുക്കൾ സായാഹ്നത്തിൽ ശുക്രാചാര്യരുടെ ആസ്ഥാനത്ത് തിരിച്ചെത്തി, കജയില്ലാതെ. ദേവയാനി ആശങ്കയിലായി. മനസ്സിൽ ഭയങ്കരമായ ആശങ്കകൾ നിറഞ്ഞു. അവൾ തന്റെ പിതാവിനോട് കജയെ ദൈവിക ശക്തി ഉപയോഗിച്ച് കണ്ടെത്താൻ ആവശ്യപ്പെട്ടു. ഉടൻ തന്നെ ശുക്രാചാര്യർ തന്റെ അസുര ശിഷ്യന്മാർ കജയെ കാട്ടിൽ കൊന്നുവെന്ന് മനസ്സിലാക്കി. തന്റെ മകളുടെ കഷ്ടപ്പെടൽ ലഘൂകരിക്കാൻ ശുക്രാചാര്യർ തന്റെ ശക്തികൾ ഉപയോഗിച്ച് കജയെ ജീവിച്ചു. അസുരന്മാർ ഈ പ്രവർത്തനത്തിൽ നിരാശരായി. അടുത്തുതവണ കജയെ വീണ്ടും കൊന്നാൽ ശുക്രാചാര്യരെ വീണ്ടും ബുദ്ധിമുട്ടിക്കാനായി കച്ചിനെ ശുക്രാചാര്യരുടെ ഉംബുലത്തിൽ ശോഷിപ്പിച്ചു. കജയെ ജീവനോടെ തിരിച്ചെത്തിക്കാൻ ശുക്രാചാര്യർ വളരെ വൈകാരികമായി നിന്നു. എന്നാൽ ഇത്തവണ ശുക്രാചാര്യർ മനസ്സിലാക്കി, അവർ തനിക്ക് ചതിച്ചതും കച്ച തന്റെ കുടലിനുള്ളിൽ ഇരിക്കുന്നതും. ദേവയാനി അവനെ ജീവനോടെ തിരിച്ചെത്തിക്കണമെന്ന ആവശ്യവുമായി തന്റെ അച്ഛന്റെ അടുത്ത് പോയി. ശുക്രാചാര്യർ ദേവയാനിയോട് പറഞ്ഞു, ഞാൻ കച്ചയെ ജീവിച്ചുയർത്തിയാൽ അവൻ ജീവിച്ചുയരുമ്പോൾ എന്റെ കുടൽ തകർത്തു എന്നെ കൊന്നു തീർക്കും. എന്നാൽ ദേവയാനി തന്റെ പ്രിയപ്പെട്ടവരെ ഇരുവരും ജീവനോടെ കാണാൻ ആഗ്രഹിച്ചു. ശുക്രാചാര്യർ അത് കച്ചയുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്ന സമയമായെന്ന് തിരിച്ചറിഞ്ഞു. ശുക്രാചാര്യർ സഞ്ജീവനി മന്ത്രത്തിന്റെ രഹസ്യങ്ങൾ കച്ചയെ പഠിപ്പിച്ചു. പിന്നെ കച്ച തന്റെ ഗുരുവിന്റെ കുടൽ തകർത്തു. അവന്റെ പിതാവിനെ സഞ്ജീവനി മന്ത്രം ഉപയോഗിച്ച് പുനരുത്ഥാനപ്പെടുത്തി. ശുക്രാചാര്യർ ഈ മഹാനായ കൃത്യത്തിന് സന്തോഷത്തോടെ അനുഗ്രഹിച്ചു. കച്ച തന്റെ ദൗത്യം പൂർത്തിയാക്കിയപ്പോൾ ദേവയാനി തന്റെ പ്രണയം പ്രകടിപ്പിച്ച് കച്ചയെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ കച്ച, ഞാൻ നിങ്ങളുടെ പിതാവിന്റെ കുടലിൽ നിന്ന് ജീവിച്ചുയർന്നു, അതിനാൽ ഞാൻ നിങ്ങളുടെ സഹോദരൻ എന്ന് വിശദീകരിച്ചു. ദേവയാനി ദുഃഖം കൊണ്ടാണ്. പക്ഷേ ഇത് മറച്ചുവയ്ക്കാൻ കഴിയാതെ ദേവയാനി കച്ചയെ ശപിച്ചു. നീ എന്നോട് ചെയ്ത തെറ്റിനായി നിനക്ക് ഈ സഞ്ജീവനി മന്ത്രം ഒരിക്കലും ഉപയോഗിക്കാൻ സാധിക്കില്ല. എന്നാൽ കച്ച ദേഷ്യത്തോടെ, നിനക്ക് എനിക്ക് പരമാവധി വേണ്ടാത്ത ശാപം നൽകാൻ നീ യോഗ്യമല്ല എന്ന് മറുപടി നൽകി. നീ ഒരിക്കലും ഒരു ഋഷിയുടെ മകൻ ആയവനെ വിവാഹം കഴിക്കില്ല. കച്ച തന്റെ ദേവന്മാർക്ക് ഈ മന്ത്രം പഠിപ്പിക്കാമെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ തന്നെ ഈ മന്ത്രം ഒരിക്കലും ഉപയോഗിക്കാൻ സാധിക്കില്ല. അങ്ങനെ കച്ച ദേവലോകത്തിലേക്ക് തിരിച്ചു. തന്റെ ദൗത്യം പൂർത്തിയാക്കി. എന്നാൽ തന്റെ ഹൃദയം ചവിട്ടി ദേവയാനിയെ വീണ്ടും കാണാതെ.